എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഈ പറഞ്ഞ് പറ്റിക്കുന്ന സ്വഭാവം പലരിലും കണ്ടുവരാറുണ്ട് അല്ലേ? ഉദാഹരണം, പലപ്പോഴും നാട്ടിൽ കണ്ടുവരുന്ന ഒരു സംഭവമാണ് പറയാൻ പോകുന്നത്. നാളെ ജോലിക്ക് വരാം എന്ന് പറഞ്ഞിട്ട് വരാതിരിക്കുക. അത് ഒരു മനഃപൂർവ്വം ചെയ്യുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. നാളെ വരാൻ പറ്റില്ല എന്ന് ഈ പറയുന്ന ആൾക്ക് തന്നെ അറിയാം, എന്നാലും പറയും നാളെ വരും എന്ന് പറയുക, എന്നിട്ട് പിറ്റേന്ന് വരില്ല. എന്നാൽ ആ സമയം തന്നെ പറഞ്ഞാൽ മതി, ഇല്ല നാളെ എനിക്ക് വേറൊരു അപ്പോയിൻമെൻ്റ് ഉണ്ട്, വേറെ പരിപാടിയുണ്ട്, ഞാൻ നാളെ വരില്ല, മറ്റന്നാൾ വരാൻ പറ്റുമോ, അതും ഇല്ല എന്ന് പറയുക. പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറയുക. എന്നാൽ വെറുതെ പറയും, സിമ്പിളായിട്ട് പറയുകയാണ് ഓക്കെ നാളെ വരും. ഇങ്ങനെ പറയുന്നതുകൊണ്ടുള്ളൊരു ദോഷം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ആൾ നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവർ മറ്റുള്ള പരിപാടിയെല്ലാം ക്യാൻസൽ ചെയ്തിട്ടായിരിക്കും വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അയാളുടെ അന്നത്തെ ദിവസം പോയി. ഈ ആൾ പിറ്റേ ദിവസം കണ്ട് ചോദിച്ചാൽ, അല്ല എന്തുകൊണ്ട് വന്നില്ല എന്ന് ചോദിച്ചാൽ, അത് ഞാൻ അവിടെ പോകേണ്ടിയുണ്ടായിരുന്നു, മറ്റിടത്ത് പോകേണ്ടിയുണ്ടായിരുന്നു, എനിക്കിങ്ങനെ ബുദ്ധിമുട്ട് പറ്റി എന്ന് പറഞ്ഞിട്ട് സിമ്പിളായിട്ട് വളരെ കൂളായിട്ട്. ഇതിന് ഒരു സീരിയസ്നെസ് പലരിലും ഇല്ല എന്നുള്ളതാണ്. ഈ സ്ഥിതി മാറിയാൽ തന്നെ നമുക്കിടയിലുള്ള നമ്മളുടെ സമയത്തിൻ്റെ വാല്യൂ നഷ്ടപ്പെടില്ല. അതുകൊണ്ട് തന്നെ പുരോഗമനം ഉണ്ടാവുകയും എല്ലാറ്റിനും ഒരു അടുക്കും ചിട്ടയും ഉണ്ടാവുകയും ജനങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ കുറയുകയും ചെയ്യും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ.